ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതുപോലൊരു സ്പോഞ്ച് ഷീറ്റാണ്. ആ സ്പോഞ്ച് ഷീറ്റിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് മടക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് വരെ ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണിത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ സ്പോഞ്ച് ഷീറ്റ് ഇതുപോലൊരു കമ്പിയിൽ നമുക്ക് ഇങ്ങനെ നൂലുപയോഗിച്ച് ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം. ഇതുപോലെ സ്പോഞ്ച് ഷീറ്റ് ഉപയോഗിച്ച് ചെയ്ത വേറെയും ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ടിലൊട്ടിക്കാനായിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അത് നമുക്കിവിടെ ഈ കമ്പിയിൽ ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് ഈ ഫ്ലവറിന് ആവശ്യമായ ഇലകൾ കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ കുറച്ച് ഇലകൾ കൂടെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ റെഡിയാക്കി വെച്ച ഇലകൾ നമുക്ക് ഈ ഫ്ലവറിൻ്റെ തണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഈ ഇലകൾ ആ തണ്ടിൽ നന്നായി ഒട്ടാത്ത കാരണം ഞാൻ നൂല് ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നൂല് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.